ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ എബോള വൈറസ് ബാധ അതിരൂക്ഷമായി തുടരുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ 2642 പേരാണ് രോഗം ബാധിച്ചു മരിച്ചത്. 5515 പേർ നിലവിൽ രോഗബാധിതരാണ്. ഇച്ചിരി, നോർത്ത് കിവു പ്രവിശ്യകളിലായി പുതിയ 51 കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ കോങ്കോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എബോള വ്യാപനമായി ഇത് മാറിയിരിക്കുകയാണ്. സ്ഥിതിഗതികളുടെ ഗൗരവം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ഇതിനെ അന്താരാഷ്ട്ര തലത്തിലുള്ള പൊതു ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഗബാധയേറ്റുള്ള മരണനിരക്ക് ഏകദേശം 48% ഉയർന്നിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതുവരെ 160ഓളം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുകയും അതിൽ 45 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സായുധ സംഘർഷങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെങ്കിലും ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ 16,250 ഡോസ് എർവെബോ വാക്സിനുകൾ ഇതിനോടകം കോങ്കോയിൽ എത്തിച്ചിട്ടുണ്ട്. എബോള പടർന്നു പിടിക്കുന്ന പ്രധാന നഗരങ്ങൾ വിമത സായുധ സംഘങ്ങളുടെ നിയന്ത്രണത്തിലായതും സർക്കാരും സായുധ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്നത്. DR കോങ്കോയിലെ 17ാമത്തെ എബോള വ്യാപനമാണിത്. അതേസമയം മഹാമാരിയെ ചെറുക്കാൻ അടിയന്തര അന്താരാഷ്ട്ര സഹായവും ഏകോപിത ഇടപെടലും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ലയോ 14 മാർപ്പാപ്പ. എബോള മഹാമാരിയിൽ നിരവധി ജീവനുകളാണ് ഇതിനകം പൊലിഞ്ഞു പോയതെന്നും പ്രാദേശിക സമൂഹങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വരണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ ത്രികാല പ്രാർത്ഥനയ്ക്കു ശേഷം തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ. മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ ആഗോളതലത്തിലുള്ള കൂട്ടായ ശ്രമം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.